ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കം. അമ്പലം വിഴുങ്ങികൾക്കെതിരായുള്ള ശക്തമായ പ്രതിഷേധമാണ് KPCCയുടെ യാത്രയെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ഉദ്ഘാടനം നിർവഹിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പായതിൽ നിന്നുണ്ടായ വിഭ്രാന്തിയാണ് സർക്കാരിന്റെ അയ്യപ്പ സംഗമവും കോൺക്ലേവുകൾ അടക്കമുള്ള പരിപാടികളെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അയ്യപ്പ സംഗമം നടത്തിയ ഉടൻ അയ്യപ്പൻ മറുപടി നൽകി. തിരഞ്ഞെടുപ്പ് അടുത്തു വരികെ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ പെട്ടെന്നാണ് അയ്യപ്പ ഭക്തി ഉണ്ടായതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കൊല്ലം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോഴാണ് അയ്യപ്പ സംഗമം നടത്തണം. അപ്പോഴാണ് പിണറായി വിജയൻ പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി. മറ്റെന്തൊക്കെയാണ് പറഞ്ഞത്? ഇത് പണ്ട് യുവതീ പ്രവേശനത്തിന്റെ സമയത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? നവോത്ഥാനം, സാമൂഹ്യ മാറ്റം, വൻമതിൽ അല്ലെ, സ്ത്രീകളുടെ വൻമതിൽ കെട്ടുക, നവോത്ഥാന പ്രസ്ഥാനത്തോടൊക്കെ ആകാശം ഇടിഞ്ഞു വീണാലും ഇതിൽ നിന്നൊന്നും മാറ്റമില്ല എന്നെല്ലാം പറഞ്ഞു പോയാൽ 10ാമത്തെ വർഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി വരിക. പെട്ടെന്ന് അയ്യപ്പ ഭക്തി ഉണ്ടാവുകയാണ്. ആ അയ്യപ്പ ഭക്തിയുടെ ഭാഗമായി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പറയാം. പെട്ടെന്നാണ്. എന്നിട്ട് അവിടെ പോയിട്ട് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം എന്തൊരു പ്രസംഗമായിരുന്നു! തത്വമസി. ഞാൻ ഗോൾമയിൽ കൊണ്ടുപോയി. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്നും വിശ്വാസ സംരക്ഷണ യാത്ര ഉദ്ഘാടനം നിർവഹിച്ച് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ദേവന്റെ സ്വത്ത് കട്ടവർ ആരായാലും അനുഭവിച്ചേ മതിയാകൂ എന്ന് വിശ്വാസ സംരക്ഷണ യാത്രയുടെ നായകൻ കെ മുരളീധരൻ പറഞ്ഞു. ദേവന്റെ സ്വത്ത് കട്ടോ അവൻ അനുഭവിച്ചേ തീരൂ. അത് വാസവനാണെങ്കിലും പിണറായി ആണെങ്കിലും പ്രശാന്ത് ആണെങ്കിലും അത് അനുഭവിക്കണം. അതുകൊണ്ട് വാസവൻ രാജിവെക്കണം. പ്രശാന്തിനെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, T സിദ്ദിഖ് MLA തുടങ്ങിയ നേതാക്കൾ കാഞ്ഞങ്ങാട് നിന്ന് പ്രയാണം തുടങ്ങിയ വിശ്വാസ സംരക്ഷണ യാത്രയിൽ അണിനിരന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്.